ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒക്ടോബർ 26, 2025 പുതിയൊരു വീക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട്, വിപണിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ദിവാലിയോടനുബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസം, ഒരു ദിവസം മുഹൂർത്ത് വ്യാപാരമായിരുന്നു, മറ്റൊന്ന് ഒരു അവധിയായിരുന്നു. അതിനെ സംബന്ധിച്ചിട്ടൊരു ട്രങ്കേറ്റഡ് വീക്ക് എന്ന് പറയാം. 2 ദിവസം അവധിയോട് കൂടിയുള്ളൊരു വീക്കായിരുന്നു. പക്ഷേ ഈ ഒക്ടോബറിൽ ഏകദേശം 10-15 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ ഒരു 1400-1500 പോയിൻ്റ് റാലി കണ്ടതിന് ശേഷം വെള്ളിയാഴ്ച ഗ്ലോബൽ പ്രഷർ കൊണ്ടായിരിക്കാം ഒരു പോസ് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. 26,000 മുകളിൽ ഒരവസരത്തിൽ പോയ നിഫ്റ്റി ഓൾ ടൈം ഹൈ മറികടക്കുമെന്നായിരുന്നു നിക്ഷേപകരുടെ പ്രതീക്ഷ. പക്ഷേ തിരുത്തലുകൾക്ക് വിധേയമായി ഒരു 26,000 മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് കറക്ഷന് ഭേദമാവുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും വീക്കിലി ബേസിൽ നിഫ്റ്റിയിൽ 0.1% നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 25,891 നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നിഫ്റ്റി 500 ആയാലും ഏകദേശം വലിയ മാറ്റമില്ലാതെയാണ് വന്നിരിക്കുന്നത്. ഇൻഡെക്സുകളൊക്കെ നോക്കാം. നിഫ്റ്റി ബാങ്കിലും ഓൾ ടൈം ഹൈ വ്യാഴാഴ്ച ടച്ച് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഒരു കറക്ഷന് വിധേയമായി. ദീപാവലിക്കുള്ള സ്പെക്ടാക്കുലർ അല്ലെങ്കിൽ ദീപാവലിയോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്നൊരു ഫെസ്റ്റീവ് മൂഡ്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഔട്ട്ഫ്ലോ എന്ന് പറയാം, നമുക്ക് പറയാം. ഡൊമസ്റ്റിക് ഫ്ലോ വളരെ കൂടുതലായിരുന്നു. പിന്നെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യ അനുകൂലമാകുമെന്നുള്ള വിശ്വാസമാണ് നിക്ഷേപകരെ ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ചും ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സമയത്തും ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഓൾറെഡി പീയൂഷ് ഗോയൽ US-ലുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ട്രേഡ് ഡീൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാകും. ട്രംപ് കുറച്ചുകൂടി മയപ്പെടുന്നു ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ എന്നുള്ള കാര്യമാണ് അവസാനമായിട്ട് ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള ഒപ്റ്റിമിസം വന്നതെന്ന് വേണം പറയാൻ. അതിനുശേഷം വെള്ളിയാഴ്ച വന്നിരിക്കുന്ന വാർത്ത, അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോട് വന്ന വാർത്ത, ട്രംപ് റഷ്യയിലെ പ്രധാനപ്പെട്ട 2 ഓയിൽ കമ്പനികൾക്ക് മുകളിൽ ഉള്ള സാങ്ഷൻ, അതായത് ആ 2 കമ്പനികൾക്ക് മുകളിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ദൃശ്യമായി. ഇതിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ഏകദേശം 80-85% ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിലുണ്ടായിരിക്കുന്ന വർധനവ്, അല്ലെങ്കിൽ വില വർധനവ് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കും. അതിന് പുറമെ ഇന്ത്യക്ക് കൂടി ബാധകമായേക്കാവുന്ന ഒരു സാങ്ഷനാണിത്. റഷ്യൻ ഓയിൽ കുറച്ചുകൂടി നമ്മൾ ഒന്നുകിൽ റഷ്യയിൽ നിന്നും മറ്റൊരു സപ്ലയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം എന്നുള്ള ചില അനുമാനങ്ങളാണ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ തിരുത്തലുകൾക്ക് വിധേയമാക്കിയിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വീക്കിലി ബേസിൽ നേട്ടമാണെങ്കിലും 26,000 മുകളിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു മൊമെൻറ്റം കുറച്ചുകൂടി പോസായി എന്ന് വേണം പറയാൻ. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമുക്ക് FIIs കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വെള്ളിയാഴ്ചയും ചെറിയ രീതിയിലാണെങ്കിലും FIIസിൻ്റെ ഭാഗത്തൊരു ഒരു ചെറിയ ബൈയിങ് വന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ വീക്കിലി ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 0.33% നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൻസെക്സിലാണെങ്കിൽ 0.31% നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മിഡ് ക്യാപ്പിലും ഏകദേശം 0.56%, 1% എത്തുന്നില്ല. 0.56% നേട്ടം മാത്രമാണ് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി IT-യും മെറ്റലുമാണ് ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതേസമയം നിഫ്റ്റി FMCGയും ആണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെർഫോം ചെയ്ത ഒരു ഇൻഡെക്സ് എന്ന് വേണം പറയാൻ. കാരണം 4.7% ഇടിവാണ് FMCG ഇൻഡെക്സിൽ വന്നിരിക്കുന്നത്. IT ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി US മാർക്കറ്റുമായിട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ H1B1 വിസയുടെ കാര്യങ്ങൾക്ക് ട്രംപ് കുറച്ചുകൂടി മയപ്പെട്ടിരിക്കുന്നു. പുതിയ വിസകൾക്കാണ് നമ്മൾ ഈ പറയുന്ന പുതിയ ഫീസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള വിസകൾക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിന്യൂവൽസിനോ വലിയ ഫീസ് ബാധകമാവില്ല എന്നുള്ളൊരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ടും IT കമ്പനികളെ മേഖലയിൽ ഒരു പോസിറ്റീവായിട്ട് വന്നു. പക്ഷേ ഇപ്പോഴും IT കമ്പനികളുടെ ഔട്ട്സോഴ്സിങ് കോൺട്രാക്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ, കാരണം ട്രംപിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്നും തന്നെ പ്രെഡിക്റ്റബിൾ അല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഏത് സമയം പറയുമെന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ റഷ്യൻ ഓയിലിൻ്റെ കേസ് തന്നെ, റഷ്യൻ ഓയിലിനല്ല സാങ്ഷൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വരുന്ന ഓയിലിന് ഒരു തരത്തിലും അന്താരാഷ്ട്ര വിപണിയിൽ വിലക്കില്ല. പക്ഷേ ഈ 2 കോർപ്പറേറ്റ് എൻറ്റിറ്റികൾക്കാണ്, ഈ 2 ലുക്കോയിൽ അതുപോലെ തന്നെ റോസ്ബെൻറ്റിനും ലുക്കോയിലിനുമാണ് ഉപരോധം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ലുക്കോയിലും അതുപോലെ തന്നെ റോസ്ബെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോൺട്രാക്റ്റുകൾ, അവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കമ്പനികൾക്കും US ഇടപെടുന്ന അല്ലെങ്കിൽ US പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ക്രൂഡ് ഓയിൽ കമ്പനികളാകുമ്പോൾ അവർക്ക് ഈ ക്രൂഡ് ഓയിൽ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ടാവാം.
ഈ ക്രൂഡ് ഓയിൽ ക്യാരി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ അത് സഹിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ടാവാം, ഷിപ്പിംഗ് കമ്പനികളുണ്ടാവാം, അതുപോലെ തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ ഈ ഡീലുകളൊക്കെ നടത്തുന്ന ബാങ്കുകളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഇൻ്റർമീഡിയറി ആയിട്ട് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റഷ്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളാണെങ്കിലും ലുക്കോയിലിൻ്റെയൊക്കെ കേസെടുക്കുകയാണെങ്കിൽ 40ഓളം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് റോസ്വെറ്റിനൊക്കെ ഇന്ത്യയിൽ അടക്കം റിഫൈനറികളുണ്ട്. അപ്പോൾ ഇത് ആ രണ്ട് കമ്പനികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ആ കമ്പനികളുമായിട്ട് ഇടപെടുന്ന എല്ലാ ഇൻ്റർമീഡിയറി കമ്പനികൾക്കും ഈ ഉപരോധം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ മേൽ US-ൻ്റെ പ്രതിരോധം തുടരും. അപ്പോൾ അവരെ മാക്സിമം ബിസിനസ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ നീക്കം. അതുവഴി കാരണം റഷ്യയുടെ എക്കോണമി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25% ഫണ്ട് ചെയ്യുന്നത് ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ നിന്നാണ്. അപ്പോൾ അതിൽ ഒരു ഹിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുവഴി ഈ ഉക്രൈൻ യുദ്ധത്തിൽ അവർക്ക് കുറച്ചുകൂടി അടിതെറ്റാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ അടവ് നയമെന്ന് പറയുന്നത്. പക്ഷേ റഷ്യ ഇതിന് വഴങ്ങാൻ തയ്യാറല്ല. റഷ്യ ഇപ്പോഴും ഞങ്ങൾ ബാഹ്യശക്തികൾക്ക് വഴങ്ങില്ല എന്നുള്ളതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ചൈന ട്രംപിൻ്റെ ഈ വാർത്ത കേട്ട് റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് കുറച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ചൈനയും ഇന്ത്യയുമാണ് ഈ കോവിഡിന് ശേഷം ഏറ്റവും വലിയ രീതിയിൽ, അല്ലെങ്കിൽ റഷ്യക്ക് ഏറ്റവും കൂടുതൽ ഉപരോധങ്ങളൊക്കെ വന്ന സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും വലിയ രണ്ട് രാജ്യങ്ങൾ അവരുന്നു എണ്ണ വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ്. ചൈന കുറച്ച് മാസങ്ങളായിട്ട് അവരുടെ റിസർവോയറുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ വാങ്ങിയിട്ട്. അതുപോലെ ഇന്ത്യ നല്ല രീതിയിൽ ഏകദേശം 17 ലക്ഷത്തോളം ബാരൽ ഒരു ദിവസം അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ 40 ലക്ഷത്തോളം 40 to 50 ലക്ഷം ബാരലുകളാണ് റഷ്യയിൽ നിന്ന് ഒരു ദിവസം പുറത്തേക്ക് പോകുന്നത്. അതിൽ 35 ലക്ഷത്തോളം കൃത്യമായിട്ടും ടാങ്കർ വഴിയും ഏകദേശം ചൈനയ്ക്ക് പോകുന്നത് സൈബീരിയൻ പൈപ്പ് ലൈനുകൾ വഴിയൊക്കെയാണ്. 15 മില്യൺ 1.5 മില്യൺ ഈ പറയുന്ന ഗ്യാസൊക്കെ പോകുന്നത് അവരുടെ പൈപ്പ് ലൈൻ വഴിയാണ്. അതിലൊന്നും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. ഏതായാലും റഷ്യൻ ഓയിലുകൾക്ക് ഇതുവരെ, അല്ലെങ്കിൽ സാങ്ഷൻ വരാത്തിടത്തോളം കാലം ആ റഷ്യൻ ഓയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്നിടത്തോളം കാലം ഓയിലിന് ഷോർട്ടേജ് വരില്ല. അത് കാരണം റഷ്യ മറ്റൊരു മറ്റൊരു കസ്റ്റമറെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ഡിസ്കൗണ്ടുകൾ റഷ്യൻ ഓയിലിന് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലും സാങ്ഷന് ശേഷം ഉയർന്നു വന്നിരുന്ന ക്രൂഡ് ഓയിൽ വില പിന്നീട് താഴ്ന്ന് ഇപ്പോൾ $68 ബ്രണ്ട് വന്നിരിക്കുന്നത്. സോ റഷ്യൻ ഓയിൽ ഇന്ത്യൻ അല്ലെങ്കിൽ ആഗോള മാർക്കറ്റിൽ വരികയും ആ ഓയിലിന് ഷോർട്ടേജ് വരാത്തിടത്തോളം കാലം ഒരു പാനിക് സിറ്റുവേഷൻ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. കാരണം മറ്റു രാജ്യങ്ങളെ അവർ തേടിപ്പിടിച്ച് ഇപ്പോൾ റഷ്യ വേണമെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ഇൻഷുറൻസ് ഇല്ലാതെ ഷിപ്പ് വഴിയൊക്കെ അയച്ചു കൊടുത്തേക്കാം മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാരണം അവർ നിർബന്ധിതരാകും അങ്ങനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രമാത്രം പ്രഷർ ഈ ട്രംപ് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രഷർ ഈ റഷ്യയ്ക്ക് മുകളിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഏതായാലും അത് മറ്റൊരു വലിയ വിഷയമാണ്. നമുക്ക് അതിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ക്ലോസിംഗ് വന്നിരിക്കുന്ന ഒരു ഷൂട്ടിംഗ് സ്റ്റാറാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാറാണ് കാണുന്നത്. ഇതൊരു ചെറിയൊരു വാർണിംഗ് ആണ്. ചിലപ്പോൾ ഒരു ക്യൂവിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നതാവാം. അപ്പം അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഷാർപ്പ് റാലി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-15 ദിവസത്തെ ഒരു ട്രേഡിംഗ് സെഷനോട് കൂടിയാണ് നിഫ്റ്റിയിൽ ഒരു 1000-1500 പോയിൻറ്റിനെങ്കിലും റാലി വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള സ്വാഭാവികമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഫെസ്റ്റിവൽ ഒപ്റ്റിമിസവും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ Q3 റിസൾട്ടുകളിലായിരിക്കും ഈ ഒരു ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട നല്ല സെയിലുകളും ഡാറ്റകളൊക്കെ. റിയൽ എസ്റ്റേറ്റ് കമ്പനികളൊക്കെ റെക്കോർഡ് സെയിൽസൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. FMCG കമ്പനികളൊക്കെ റെക്കോർഡ് സെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് Q3 റിസൾട്ടോട് കൂടി മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ട്രേഡ് ഡീൽ, ഇപ്പോൾ ഇന്ത്യ വരാൻ പോകുന്നൊരു സെറ്റിൽമെൻറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിപ്പോൾ 50% താരിഫാണ് ഉള്ളത്. 25% നമുക്ക് നോർമൽ താരിഫ്, 25% പെനാൽറ്റി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% അധികമായിട്ട് നമുക്ക് താരിഫ് അടിച്ചിരിക്കുന്നു. അപ്പം നവംബർ 21 ശേഷമാണ് പുതിയ ഓർഡറുകൾ പ്ലേസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഡിസംബറിലേക്കുള്ള ഓർഡറുകൾ നവംബർ 20 ശേഷമായിരിക്കും പ്ലേസ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ആ സമയത്ത് ഏകദേശം അപ്പോഴേക്കും ബീഹാർ ഇലക്ഷൻ കഴിയും, റിസൾട്ട് വരും. ആ സമയത്ത് ഇന്ത്യ ഈ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് കുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ, അതായത് ഡിസംബർ മാസത്തിലേക്കുള്ള എണ്ണ അല്ലെങ്കിൽ ഓയിൽ ഓർഡറുകളിൽ കുറവ് വരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഒരു എഡ്ജ് കിട്ടും. നമ്മൾ ഓൾറെഡി കുറവ് വരുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടിച്ചിരിക്കുന്ന 25% താരിഫ് കുറക്കണം. അതായത് 50% നിന്ന് 25% ആക്കണം. നമ്മൾ പുതിയ ഓർഡറുകൾ, റഷ്യയിൽ നിന്നുള്ള ഓർഡറുകൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ
ആ 25% മാറ്റണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രേഡ് ഡീലുമായിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ 25% ഇപ്പോഴുള്ള നിലവിലുള്ള ബാക്കിയുള്ള 25% ഒരു 15% കുറക്കണം എന്നുള്ള ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. കാരണം ട്രംപ് ഈസ് എ ഗുഡ് നെഗോഷിയേറ്റർ. അദ്ദേഹം ഒരു നല്ല ബിസിനസ്മാനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സമ്മർദ്ദ തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു എഡ്ജ് ഇന്ത്യക്ക് കിട്ടും. അപ്പോൾ നവംബർ 21 ശേഷം മാത്രമായിരിക്കും കാരണം അത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. നമുക്കിവിടെ ഒരു ബീഹാർ ഇലക്ഷൻ അതോടുകൂടി കഴിയും. മോഡിക്ക് മുകളിലുള്ള പ്രഷറൊക്കെ കഴിയും. പിന്നീട് അമേരിക്കയ്ക്ക് മുമ്പിൽ തോറ്റു എന്നുള്ള ഒരു ഇമേജൊന്നും കോൺഗ്രസ്സിന് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ നവംബർ 20 അല്ലെങ്കിൽ 15 ശേഷം ഇങ്ങനെയൊരു കാര്യങ്ങൾ വന്ന് അമേരിക്കയുമായിട്ടൊരു സെറ്റിൽമെൻറ്റിലെത്താനായിരിക്കാം ശ്രമം. പക്ഷേ ഇന്നലെ പീയൂഷ് ഗോയലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കമൻറ്റുകൾ വീണ്ടും ഇന്ത്യ ഒരു തരത്തിലും മറ്റു രാജ്യങ്ങളുടെ മുകളിൽ മുട്ടുമടക്കില്ല എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കാം, ഏതായാലും ഇൻ്റർനാഷണൽ ഇവൻറ്റ്സുകളിൽ കൂടുതൽ നോക്കേണ്ട സമയമാണ്. അതേപോലെ അടുത്ത ആഴ്ച ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിസൾട്ടുകൾ തന്നെയാണ്. അപ്പോൾ റിസൾട്ടുകളിൽ വളരെയേറെ റിസൾട്ടുകൾ നമുക്ക് അടുത്ത ആഴ്ച വരാനുണ്ട്. പ്രധാനപ്പെട്ട പല കമ്പനികളും റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് അടുത്ത വെള്ളിയാഴ്ച വരുന്ന ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഫിഗേഴ്സ്. കാരണം ഈ ഒരു താരിഫിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. IIP ഫിഗർ വരുന്നുണ്ട് ചൊവ്വാഴ്ചയോളം. ഒരു IPO വരുന്നുണ്ട് ഈ ആഴ്ച. 1600 കോടിയോളം ഉള്ള IPO, MTRൻ്റെ സബ്സിഡറി കമ്പനിയായിട്ടുള്ള IPO വരുന്നുണ്ട്. തിങ്കളാഴ്ച തന്നെ നമുക്ക് IOCയുടെയും അദാനി എനർജി സൊല്യൂഷൻസ്, PNB ഹൗസിംഗ് പോലുള്ള കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാലും TVS മോട്ടോഴ്സ്, അദാനി ഗ്രീൻ എനർജി, ടാറ്റ ക്യാപിറ്റൽ, ശ്രീ സിമെൻറ്റ്, അദാനി ടോട്ടൽ ഗ്യാസ് പോലുള്ള കമ്പനി അന്ന് തന്നെയാണ്. ചൊവ്വാഴ്ചയാണ് IIP സെപ്റ്റംബർ ഫിഗർ വരുന്നത്. അതായത് വെനസ്ഡേ ബുധനാഴ്ച L&T, കോൾ ഇന്ത്യ, HPCL, PB ഫിൻടെക്, യുണൈറ്റഡ് ബ്രൂവറീസ്, റാഡിക്കോ കെയ്ത്താൻ, LIC ഹൗസിംഗ് ഫിനാൻസ്, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അന്ന് തന്നെയാണ് ഓക്ല ഇന്ത്യ ഹെഡ്സിൻ്റെ IPO 1668 കോടി രൂപയുടെ IPO. MTR ഫുഡിൻ്റെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള ഓക്ല ഇന്ത്യ IPO അന്ന് തുടങ്ങുന്നു. ഏകദേശം 695-നും 730-നും ഇടയിലാണ് പ്രൈസിങ് വരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനും അന്ന് ബുധനാഴ്ചയാണ് വരുന്നത്. വ്യാഴാഴ്ചത്തെ കാര്യം നോക്കിയാലും റിസൾട്ടുകൾ ഒട്ടും കുറവില്ല. ITC, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, സിപ്ല, കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് സ്പിരിറ്റ്, ഡാബർ ഇന്ത്യ, എംഫസിസ്, ബന്ധൻ ബാങ്ക് പോലുള്ള കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. അന്ന് US-ൻ്റെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റയും അന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. US-ൻ്റെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വരാനിരിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഡാറ്റയാണ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച റിസൾട്ട് വീണ്ടും മാരുതി സുസുക്കി, ഭാരത് ഇലക്ട്രോണിക്സ്, ശ്രീറാം ഫിനാൻസ്, ACC ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ്, ACC ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ഇങ്ങനെയുള്ള കമ്പനിയുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അന്ന് തന്നെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഇന്ത്യയുടെ വരുന്നത്. കാരണം ആദ്യത്തെ മാസങ്ങളിൽ ഏകദേശം 5.98 ലക്ഷം കോടി രൂപയുടെ ഫിസിക്കൽ ഡെഫിസിറ്റാണ് നമുക്ക് കഴിഞ്ഞ ഫസ്റ്റ് 5 മന്ത്സിൽ വന്നിരിക്കുന്നത് 2026. അപ്പോൾ 4.35 ലക്ഷം കോടി രൂപയായിരുന്നു. അത് ഉയർന്നു 5.98 ലക്ഷം. അപ്പോൾ എത്രമാത്രം കൂടുന്നു എന്നുള്ളത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനവും ചിലവും തമ്മിലുള്ള അന്തരമാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ട്രേഡ് പ്രഷറും താരിഫും ഗ്ലോബൽ ഇഷ്യൂസൊക്കെ കൊണ്ട് എത്രമാത്രം ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് വിചാരിച്ചതുപോലുള്ള വലിയ രീതിയിലുള്ള മാറ്റം ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അത് ചീറപ്പ് ചെയ്യും. അതുപോലെ നവംബർ 1 അടുത്ത ആഴ്ച ശനിയാഴ്ച റിസൾട്ട് വരുന്ന ഡോക്ടർ റെഡ്ഡീസ്, SBI ലൈഫ് ഇൻഷുറൻസ്, SBI കാർഡ്, കോഫോർജ്, ITC ഹോട്ടൽസിൻ്റെ റിസൾട്ട് അന്ന് വരുന്നുണ്ട്. സോ ഈ ആഴ്ച പ്രധാനപ്പെട്ട കാര്യം ഒന്ന് റിസൾട്ടാണ്. ഒരുപാട് നിഫ്റ്റി കമ്പനികളായാലും ശരി, മറ്റുള്ള നിഫ്റ്റിക്ക് പുറത്തുള്ള കമ്പനികളായാലും ശരി, റിസൾട്ടുകൾ ഒരു നിർണായക പങ്ക് വഹിച്ചേക്കാം. അതിന് പുറമെയാണ് ഈ IPO, ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ. ജർമ്മനിയൊക്കെ ആയിട്ട് ഇന്ത്യ ട്രേഡ് നെഗോസിയേഷനിൽ ഏകദേശം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകളും മാർക്കറ്റിനെ ഈ ആഴ്ച സ്വാധീനിച്ചേക്കാം. നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക്കും അതുപോലെ തന്നെ ഇൻഡെക്സ് വ്യൂവും പറയുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾ, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്വൈസറി സർവീസുകൾ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് 1000 രൂപ മുതൽ അങ്ങോട്ട് അഡ്വൈസറി സർവീസുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സെബി രജിസ്റ്റേർഡ് ഫേമായിട്ടുള്ള മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ സർവീസുകൾ ലഭ്യമാണ്.
ഞാൻ തന്നെ നേരിട്ടിട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിട്ടുള്ള സ്വിംഗ് ഈസ് കിങ്, അതിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ എൻ്റെ റിസർച്ച് ഐഡിയാസും സ്വിംഗ് പിക്സുകളൊക്കെ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അതിനുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതിനാണ് നിങ്ങളുടെ ആവശ്യം അനുസരണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി ഞങ്ങൾ നിങ്ങളെ അഡ്വൈസറി സർവീസിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമുക്കിനി പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് 25,500 ടു 25,600 എന്ന് പറയുന്നതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനുള്ളത്. അതേസമയം 25,900 ടു 26,000 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹഡിലാണ്. ഡെറിവേറ്റീവ് ഡാറ്റ പ്രകാരം 25,700-നും 25,500-നും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത്. സോ ഈ ഒരു ലെവലുകളിൽ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ കിട്ടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതേസമയം 26,000, 25,900 ടു 26,000 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, അവിടെയും ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. സോ ഈ ഒരു ട്രജക്ടറിയാണ് 25,500 ടു 26,000. 26,000-ന് മുകളിൽ ഏതെങ്കിലും തരത്തിൽ നിഫ്റ്റി പോസിറ്റീവ് ന്യൂസ് കൊണ്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു റാലി എന്ന് പറഞ്ഞാൽ 26,300 വരെയെങ്കിലും പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും പോസിറ്റീവ് ന്യൂസ് ഫ്ലോകൾ മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അങ്ങോട്ടേക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുപോലെ വളരെ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ള ഒരു റിസൾട്ടുകളൊന്നും തന്നെ കമ്പനികളുടെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല. ഡിഫൻസ് സെക്ടറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 79,000 കോടി രൂപയുടെ കരാറുകൾ പാസ്സായത് ഡിഫൻസ് കമ്പനികളെ വീണ്ടും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഡിഫൻസ് കമ്പനികളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. BEL, BHEL, അതുപോലെ തന്നെ BDL, HAL, കൊച്ചിൻ ഷിപ്പ്യാർഡ്, അങ്ങനെയുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഓഹരികളിലായിരിക്കും നമുക്ക് കൂടുതൽ. കാരണം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ എല്ലാവരും ദിവാലി ടു ദിവാലി, മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ നെഗറ്റീവ്, മിഡ് ക്യാപ്പ് എസ്പെഷ്യലി സ്മോൾ ക്യാപ്പിലൊക്കെ തന്നെ ഇപ്പോഴും നെഗറ്റീവ് റിട്ടേൺ ആണ് വന്നിരിക്കുന്നത് ദിവാലി ടു ദിവാലി നോക്കുകയാണെങ്കിൽ. പക്ഷേ പല സ്റ്റോക്കുകളിലും നല്ല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നല്ല റിട്ടേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ സ്വിംഗ് സ്കിങ്ങിൽ ഞാൻ എൻ്റെ പേഴ്സണൽ അവിടെ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കാണ് BGR എനർജി എന്ന് പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു BGR എനർജി കണ്ടത്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, ഇങ്ങനെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെടുമ്പം നമ്മൾ ഓവർലുക്ക് പോകാതെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല കമ്പനികൾ, പല ഈ വലിയ കമ്പനികൾക്കും സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആസ്ക് ഓട്ടോ 2 വീലേഴ്സിനും ഒക്കെ തന്നെ ഷോക്ക് അബ്സറും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഓട്ടോ സെയിൽസ് വർദ്ധിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കമ്പനികളിലും മൊമെൻറ്റം ഉണ്ടാകും. അപ്പോൾ തെറവായിട്ടുള്ള റിസർച്ച് പ്രകാരം നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഇടാനായിട്ട് കിട്ടുന്നതാണ്. നമ്മൾ ദിവാലി പിക്കായിട്ട് സ്വിംഗ് സ്കിങ്ങിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദിവാലി പിക്കായിരുന്നു GMR ഇൻഫ്ര, GMR എയർപോർട്ടല്ല, GMR ഇൻഫ്ര. ഏകദേശം 109 നിലവാരത്തിലാണ് ഞാൻ സ്വിംഗ് സ്കിങ്ങിലും നമ്മുടെ മാഗ്നറ്റിലൊക്കെ തന്നെ അത് സജസ്റ്റ് ചെയ്തത്. അത് നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ തന്നെ അത് 125 വരെ പോവുകയുണ്ടായി ഒരു 3 ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും ഇനി അടുത്തൊരു പല സ്റ്റോക്കുകൾ, ഒരു ഡാർക്ക് ഹോഴ്സ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ 200 രൂപയിൽ താഴെയുള്ള വളരെ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായി. അതുപോലെ തന്നെ ദിവാലി പിക്ക് എന്ന് പറഞ്ഞൊരു 5 സ്റ്റോക്ക് അവിടെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ മാർക്കറ്റിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിഫ്റ്റിയോ സെൻസെക്സിനെ നോക്കിയിട്ടല്ല, അതിന് പുറത്തേക്കുള്ള സ്റ്റോക്കുകളിൽ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള വാല്യുവേഷൻ വൈസ് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡിഫൻസ് സ്റ്റോക്കിലും ഷുഗർ സെക്ടറിലും ഒക്കെ തന്നെ നല്ല നല്ല സ്റ്റോക്കുകൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുണ്ട്. വരുന്ന വർഷങ്ങളിൽ ചിലപ്പോൾ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുള്ള കമ്പനികളാണ്. അപ്പം നമ്മൾ നിഫ്റ്റിയും സെൻസെക്സും നോക്കിയിരിക്കാതെ അത് ഓപ്ഷൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടും ഫ്യൂച്ചറിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഇൻഡെക്സ് വലിയ പ്രധാനപ്പെട്ടത്. നമ്മൾ നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നല്ല ബിസിനസ്സുകൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഭാഗമാവുക. 1 വർഷത്തേക്കെങ്കിലും 1-2 വർഷത്തേക്കൊക്കെ മിനിമം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല കമ്പനികൾ അട്രാക്റ്റീവായിട്ടുള്ള വിലയിൽ വരുമ്പോൾ വാങ്ങുക എന്നുള്ളതാണ് ഒരു നിക്ഷേപ തന്ത്രം എന്ന് പറയുന്നത്. കാരണം ഈ അടുത്ത ഒരു വർഷവും മാർക്കറ്റ്, പ്രത്യേകിച്ച് ട്രംപ് അവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വോളറ്റൈലായിരിക്കും. നമുക്ക് അത് കരുതിയിരുന്നേ പറ്റുള്ളൂ. ഇന്ത്യയുടെ മാക്രോസൊക്കെ തന്നെ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ 1-2 ക്വാർട്ടറുകളോട് കൂടി കഴിയുമ്പോൾ ആ ഒരു റിവേഴ്സിങ് ടെൻഡൻസി, കാരണം 3 കട്ടുകൾ വന്നിട്ടുണ്ട്. നമുക്ക് പേഴ്സണൽ ഇൻകം ടാക്സ്, GST, അതുപോലെ തന്നെ ബാങ്ക് RBIയുടെ കട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റൊക്കെ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 2-3 ക്വാർട്ടറുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഇൻകം സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അപ്പോഴേക്കും അത് ടേൺ അറൗണ്ട് സാധിക്കാൻ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കമ്പനികളെ ഇപ്പോഴേ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യണം. ഇപ്പോൾ പോളി ക്യാപ്പ് കഴിഞ്ഞ ദിവാലിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 5000 പല റെയ്ഡുകളും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും പോളി ക്യാപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്ന സമയത്തും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പഴയത് കണ്ടാൽ മനസ്സിലാവും. ആവർത്തിച്ച് പോളി ക്യാപ്പിൻ്റെ ഫണ്ടമെൻ്റൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൂടെ പിടിച്ചു.
ഇപ്പോൾ അത് 7,000 രൂപ. ഇപ്പോൾ എല്ലാവർക്കും പോളിക്യാപ്പ് ഭയങ്കരമാണ്. പോളിക്യാപ്പ് 10,000 പോവും, 12,000 പോകും. പക്ഷേ ആ സമയത്ത് അതിൻ്റെ വാല്യൂഷൻ വൈസ് നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് പോകണം. അതുപോലത്തെ ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ്, CDSL ഇതൊക്കെ തന്നെ ഒരു വെർട്ടൈലായിട്ടുള്ള സെഷൻ വരികയാണെങ്കിലും അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ യൂണിയൻ ബാങ്ക് ചെറിയ സ്റ്റോപ്പ് മീൻസ് ബുക്ക് ചെയ്യേണ്ടായി. അങ്ങനെ ഇപ്പോൾ ചെറിയ ചെറിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ 5, 10, 15, 20 വരെയൊക്കെ ഒരു മാസം 2 മാസങ്ങളൊക്കെ കൊണ്ട് നല്ല റിട്ടേൺ കൊണ്ട്. അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ. ഓക്കെ, സിൽവർ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. സിൽവർ ETF, ഗോൾഡ് ETF. ജൂൺ മാസം മുതൽ സിൽവർ ഗോൾഡ് ETFകളൊക്കെ തന്നെ 80 രൂപക്കും 85 രൂപക്കൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അതുപോലെ മറ്റൊന്നായിരുന്നു പല സ്റ്റോക്കുകളും, ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കുകളും ഒക്കെ തന്നെ. അപ്പോൾ അതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് മീൻസ് മാർക്കറ്റ് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ലാർജ് ക്യാപ്പിനെയോ അല്ലെങ്കിൽ മീൻസ് അങ്ങനെ നിഫ്റ്റിയോ ഇൻഡെക്സിനെയോ ഒക്കെ തന്നെ ബേസ് ചെയ്തൊരു മാർക്കറ്റ് ആയിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇതൊരു സമ്പത്ത് ഔട്ട്ലുക്ക് പറഞ്ഞതെന്ന് മാത്രമാണ്. അതുപോലെ സെക്ടർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് AMC കമ്പനികൾ. അതിലെനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു കമ്പനിയാണ് ആദിത്യ ബിർള സൺ ലൈഫ് AMC, അതുപോലെ തന്നെ UTI AMC. ഇങ്ങനെയുള്ള ചില കമ്പനികൾ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം Q2 റിസൾട്ട് ആദിത്യ ബിർള സൺ ലൈഫ് AMCയുടെ വന്നിട്ട് നമ്മൾ സ്കിങ്ങിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോപ്പിന് താഴെ പോയി, പക്ഷേ കുറേ ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. Q2 റിസൾട്ട് വന്നപ്പോഴും എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. കാരണം റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് സെയിൽസിൽ 9.76% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട്. ഇബിറ്റയിലും 14.57% വർധനവുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിനിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. മീൻസ് 262 ബേസിസ് പോയിൻ്റ് ഉയർച്ചയാണ്. 62.38% വർധനവാണ്. സോ ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആയിട്ട് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു AMC ബിസിനസ്സുകളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദിത്യ ബിർള സൺ ലൈഫ് AMC, UTI AMC പോലുള്ള കമ്പനികളിൽ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് വരാൻ സാധ്യതയുണ്ട് വർഷങ്ങൾ. അതൊരു ഫണ്ടമെൻ്റലി പറയുന്ന സ്റ്റോക്കാണ്, അല്ലാതെ ഒരു ആഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ ഉള്ള സ്റ്റോക്കുകളായിട്ട് കണക്കാക്കരുത്. അതുപോലെ തന്നെ കൽക്കത്ത ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ CESC നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കിലി പോഡ്കാസ്റ്റിൽ. നല്ല രീതിയിലുള്ള മൊമെൻറ്റം 158, 160 റേഞ്ചിലായിരുന്നു നമ്മൾ പറഞ്ഞത്. 183ക്ക് മുകളിലേക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താല്പര്യം മീൻസ് ഹോൾഡ് ചെയ്തവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ചില സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം CDSLനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. CDSL വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും CDSLനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലെ ഒരു 2 ആൾക്കാർ മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. NSDLും CDSLും മാത്രമുള്ളൊരു ഡെപ്പോസിറ്ററി ബിസിനസ്സാണ് ഇന്ത്യയിലുള്ളത്. നമ്മളിപ്പോൾ നിക്ഷേപകരൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകർ, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ വാങ്ങുന്ന ഓഹരികൾ ഇലക്ട്രോണിക്കായിട്ട് സൂക്ഷിക്കുന്ന കമ്പനികളാണ് ഈ 2 കമ്പനികൾ, NSDLും CDSLും. അപ്പോൾ ഇവരുടെ ഒരു സൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇത്രയും വലിയ നിക്ഷേപകർ 5, 10 കോടി അല്ലെങ്കിൽ 18 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഇവർ. സോ NSDLും CDSLുമാണ് ഒരു 2 കമ്പനികളായിട്ടുള്ളത്. അതിൽ CDSL BSEയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. CDSL ബെറ്റർ ഫണ്ടമെൻ്റലാണ്. NSDLനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ NSDLൻ്റെ IPO റിവ്യൂവിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈസ് നോക്കിക്കഴിഞ്ഞാൽ CDSL ഏകദേശം 80% മാർക്കറ്റ് ഷെയർ, ഈ ഒരു ഡെപ്പോസിറ്ററി ബിസിനസ്സിൽ 80% മാർക്കറ്റ് ഷെയർ ഉണ്ടാകുന്നു. NSDLൻ്റെ 4 ഇരട്ടി എന്ന് പറയാം. NSDLന് വെറും 20% മാർക്കറ്റ് ഷെയർ മാത്രമേ നമ്മൾ വെച്ച് കൗണ്ട് ചെയ്ത് നോക്കുന്നത് കണക്ക് വെക്കുന്നുള്ളൂ. അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന CDSLിലേക്കാണ്. കാരണം NSDL കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും HNIs ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരാണ്. ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും CDSLൻ്റെ റവന്യൂ ഏകദേശം 16% വർധനവാണ് Q1 കാണിച്ചിരിക്കുന്നത്. 259 കോടി രൂപയാണ്. അതേസമയം NSDLൻ്റെ Q1 നോക്കിക്കഴിഞ്ഞാൽ 14% ഗ്രോത്ത് മാത്രമേ ഉള്ളൂ, 312 കോടി രൂപ. അതുപോലെ തന്നെ NSDLൻ്റെ ഹാഫ് ഓഫ് ദ റവന്യൂ വരുന്നത് ബാങ്കിൽ നിന്നും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കില്ല. കോർ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ CDSLൻ്റെത് ഏകദേശം 17% പ്രോഫിറ്റ് ബിഫോർ ടാക്സും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. അതുപോലെ അത് NSDLൻ്റെത് 25%. അപ്പോൾ കോർ ബിസിനസ് കൂടുതലുള്ളത് CDSLനാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ CDSLന് 33% റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട്, NSDLന് 18% വരുന്നുള്ളൂ. വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും NSDLൻ്റെ ഫേസ് വാല്യൂ 2 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ഏർണിങ്സ് 59x NSDL വരുന്നത്. അതേസമയം 2026 എസ്റ്റിമേറ്റഡ് EPS എന്ന് പറഞ്ഞാൽ 20 രൂപയാണ് CDSLന്. CDSL 54
പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 2026 CDSLൻ്റെ എസ്റ്റിമേഷൻ EPS 30 രൂപയാണ് ഒരു ഷെയറിന്. അതേസമയം NSDLന് 20 രൂപ മാത്രമേ വരുന്നുള്ളൂ. CDSL എന്നിട്ട് കൂടി 54 പിയിലാണുള്ളത്. അതേസമയം ഇത്രയും ചെറിയ EPS എക്സ്പെക്റ്റേഷനിൽ കൂടി NSDL 59 പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല Q2 നവംബർ 1 Q2 റിസൾട്ട് വരുന്നത്. അത് കുറച്ചുകൂടി ഹെൽത്തിയർ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും സീസണലി നോക്കുകയാണെങ്കിൽ Q2 എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ക്വാർട്ടറാണ്. അക്കൗണ്ട് ഓപ്പണിങ്ങും 66 ലക്ഷം ക്വാർട്ടറിൽ നടന്നിട്ടുണ്ട്. Q2 66 ലക്ഷത്തോളം ഡിമാറ്റ് അക്കൗണ്ടുകൾ പുതുതായിട്ട് തുറന്നിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ 56 ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറന്നു. ഇപ്പോൾ അത് 66 ലക്ഷമായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. IPO മാർക്കറ്റും വളരെ സ്ട്രോങ് ആണ്. നല്ല സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോൺ റിക്കറിങ് ഇൻകത്തിലും വളരെ കൂടുതൽ വന്നിട്ടുണ്ടാവാം. ഹൈ മാർജിൻ ബിസിനസ്സാണ്. CDSLൻ്റെ 2025 റവന്യൂ 33%. 1082 കോടി രൂപയാണ് 2025 സാമ്പത്തിക വർഷത്തിൽ CDSL ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിലും അതിൽ തന്നെ ട്രാൻസാക്ഷൻ ചാർജസ്, ആനുവൽ ഇഷ്യൂയിങ് ചാർജസ് ഒക്കെ നോൺ റിക്കറിങ് ഇൻകം, അതായത് IPO വഴിയും NFO വഴിയൊക്കെ കിട്ടുന്നതും ഉണ്ട്. അതിലുണ്ട്. Q1 റവന്യൂ 16% വർധനവുണ്ട്. 40% നെറ്റ് മാർജിൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ബിസിനസ് നമുക്കിപ്പം 40% നെറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസും കഴിച്ച് 40 രൂപ 100 രൂപയുടെ ബിസിനസ്സിൽ 40 രൂപ ക്യാഷായിട്ട് കിട്ടുന്നൊരു കമ്പനി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരോ ടിപ്പിലും ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ CDSL താണുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. CDSLൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 200 രൂപയോ മറ്റോ ഉള്ളപ്പോഴാണ്. എൻ്റെ ചാനലിൽ ആ വീഡിയോ ഇപ്പോഴും CDSLൻ്റെ ഫണ്ടമെൻ്റൽ വീഡിയോ കിടപ്പുണ്ട്. അത് 200 രൂപയോ 180, 170, 200 രൂപയ്ക്ക് താഴെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. CDSLൻ്റെ അന്നത്തെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഞാൻ 2020 കൊറോണ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കേട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോഴും CDSL ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡെപ്പോസിറ്ററി എന്ന രീതിയിൽ ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ എനിക്കിപ്പോഴും സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. 80% മാർക്കറ്റ് ഷെയറുള്ളൊരു കമ്പനി, 40% നെറ്റ് മാർജിനുള്ളൊരു കമ്പനി. BSEയുടെ പ്രൊമോട്ടറാണ്. അവർ 15% സ്റ്റേക്ക് ഉണ്ട്. CDSL 16.5 കോടി ബെനിഫിഷ്യറി ഓണറുണ്ട്. ബെനിഫിഷ്യറി അക്കൗണ്ട്സ് ഉണ്ട്. 80% മാർക്കറ്റ് ഷെയർ ചെയ്യുന്നു. ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് CDSL വെഞ്ചേഴ്സ് എന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ KYC രജിസ്ട്രേഷൻ ഏജൻസി KRA, ഏകദേശം അബൌട്ട് 22,000 കമ്പനീസ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു CDSLന് ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ ഞാൻ വലിയ ഡബിൾ ടാർഗറ്റ് എന്നല്ല പറയുന്നത്. ഒരു 1800, 1850, 1900 പോകാനുള്ള കപ്പാസിറ്റി CDSLനുണ്ട് എന്നുള്ളതാണ്. സോ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള കമ്പനികൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ മറ്റൊരു കമ്പനി, ഒരു ചെറിയ കമ്പനി എന്ന് പറയുന്നത്, അതുപോലെ ഒരു കുഞ്ഞു കമ്പനിയാണ് ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ. ആദ്യമേ പറഞ്ഞോട്ടെ, ഇത് ഡിസ്ക്ലോഷറാണ്. ഇത് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കാണ്. ഇത് മുമ്പേ ഞാൻ വാങ്ങി വെച്ചൊരു സ്റ്റോക്കാണ്. അതുപോലെ ഞാൻ സ്വിംഗ് സ്കിങ്ങിൽ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവാൻറ്റൽ ലിമിറ്റഡ് ഇപ്പോൾ 178, 75, 78 രൂപ നിലവാരത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ കമ്പനി നമ്മളെല്ലാവരും ഡിഫൻസ് കമ്പനികൾ എന്നൊക്കെ പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ വലിയ കമ്പനികളുടെ പുറകെ പോകുന്നുണ്ട്. അപ്പോൾ അവാൻറ്റൽ ലിമിറ്റഡ് എനിക്ക് തോന്നുന്നു നല്ലൊരു കമ്പനിയാണ്. കാരണം ഈ കമ്പനി കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ്, SDR, റഡാർ സിസ്റ്റംസ്, അസംബ്ലി ഇൻ്റഗ്രേഷൻസ്, അങ്ങനെയുള്ള ടെസ്റ്റിംഗ്, AIT ഫെസിലിറ്റീസ്, സാറ്റലൈറ്റ്സിനൊക്കെ ആവശ്യമുള്ള ഗ്രൗണ്ട് സ്റ്റേഷൻ സർവീസ്, ECT ഏരിയാസ്, 76,000 സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ, ഇതൊക്കെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കമ്പനിക്ക് ഈ അടുത്തായിട്ട് വലിയ മൾട്ടിപ്പിൾ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. BELന്ന്, ഇന്ത്യൻ നേവി, കൊച്ചിൻ ഷിപ്പ് യാർഡ്, മെസ്ഗാവ് ഡോക്ക്, ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നും ഇവർക്ക് അവരുടെ ഓർഡറുകൾ വന്നിട്ടുണ്ട്. പുതിയ ഫെസിലിറ്റി കമ്പനി ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ഒക്ടോബറിനാണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. സോ 76,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ ഫെസിലിറ്റി കൂടി കമ്പനി ഓൺ ചെയ്തിരിക്കുന്നു. കമ്പനിയുടെ Q2 റിസൾട്ട് വന്നു. അതിൻ്റെ Q2 നമ്പേഴ്സിൻ്റെ റിയാക്ഷനാണ് നമ്മൾ കണ്ടത്. 200 നിലവാരത്തിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ഷൻ കുറച്ച് ഡള്ളായിരിക്കുന്നു. പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഡള്ളായി തോന്നി മാർക്കറ്റ് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ്സ് എ ഹൈലി എനിക്ക് തോന്നുന്നു ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. Q2 നമ്പേഴ്സ് മാത്രം നിലക്കിയിട്ട് നമുക്ക് ഇയർ ഓൺ ഇയർ ബേസിലാണ് കമ്പയർ ചെയ്തതിന് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. വലിയ റിസൾട്ട് ഒന്നും ഞാൻ പറഞ്ഞതിന് എന്തായാലും കമ്പനിയുടെ പൊട്ടൻഷ്യൽ സ്ട്രോങ് ആണ്. അതുപോലെ അവാൻറ്റൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, DRDOയുടെ നിയമപ്രകാരമുള്ള പ്രൊഡക്റ്റുകൾ സർവീസ് ചെയ്ത് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ISROയുടെ കൊമേഴ്ഷ്യൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് NSILന്
ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ റീച്ച്, ഗോവ ഷിപ്പ്യാർഡ്, ഇന്ത്യൻ റെയിൽവേ, ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് കമ്പനി, അത് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ പ്രൊഡക്റ്റ് സപ്ലയർ ലിസ്റ്റിലുള്ള കമ്പനിയാണ്. കമ്പനി മെനി പ്രൊഡക്റ്റുകൾ ഈ വരുന്ന സമയങ്ങളിൽ മെനി പ്രൊഡക്ട്സ് ദേ ആർ ഗോയിങ് ടു ലോഞ്ച് എന്നുള്ളതാണ് അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുണ്ട്. 2027 എക്സ്പെക്റ്റേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 5 ഡിഫൻസ് കമ്മ്യൂണിക്കേഷൻ കമ്പനീസിൽ ഒന്നാവുക എന്നുള്ളതൊക്കെയാണെന്നും പറയുന്നു. സോ 2026 SDR കംപ്ലൈഡ് SCA സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ എയർ ബോംബ് ആപ്ലിക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങളും പലതും ഈ ഡിഫൻസ് എക്യുപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്കും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏതായാലും ഇവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 53 കോടി രൂപയുടെ ഇക്വിറ്റി മാത്രമേ വാൻറ്റൽ ലിമിറ്റഡിനുള്ളൂ. ഫേസ് വാല്യൂ 2 രൂപയാണ്. 37.15% ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളത്. അത് 1% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. റീറ്റെയിൽ സ്റ്റേക്ക് 37% കൂടിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ അവസാനിക്കുന്ന സമയത്ത് 36.78% അത് 37.10% കൂടിയിട്ടുണ്ട്. ഓക്കെ, ജൂണിൽ 36.78 അതിപ്പോൾ സെപ്റ്റംബർ എത്തുമ്പോഴേക്കും 37.10 കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 186 ആ റേഞ്ചിലാണ് ഇപ്പോൾ 176 180 നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തൊരു ടാർഗറ്റ് 200-210 നിലവാരത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഏതായാലും ഡിഫൻസ് കമ്പനികളിൽ മെയിൻ സ്ട്രീം ഡിഫൻസ് കമ്പനികളല്ലാതെ പ്രിഫർ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ അനാലിസിസുകൾക്ക് ശേഷം നിങ്ങൾക്ക് നോക്കാവുന്നൊരു കമ്പനിയായിട്ടാണ് വാൻറ്റൽ ലിമിറ്റഡ് എനിക്കും തോന്നുന്നത്. ഒരു ലോങ് ടേം ബൈ ഒരു 3 to 6 months ഒക്കെ ഹൊറൈസണിൽ വാങ്ങുവാൻ പറ്റുന്നൊരു കമ്പനിയാണ്. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള അറിയിപ്പ് കൂടിയാണിത്. സോ വാങ്ങുന്നതിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് കൂടി നടത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. നമ്മുടെ SBI പറഞ്ഞിട്ടുണ്ടായിരുന്നു. SBI നമ്മുടെ ടാർഗറ്റായിട്ടുള്ള 900-ന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. SBI നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് 675-ലും 700-ലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. 700 പറഞ്ഞു, 725-ൽ പറഞ്ഞു, 760-ൽ പറഞ്ഞു. അത് SBI 900-ന് മുകളിലേക്ക് വന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കുകൾ നമ്മുടെ വീഡിയോകൾ കേട്ടിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആയിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ, GMR എയർപോർട്ട്, അങ്ങനെ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഹിഡൻ ജ്വല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡാർക്ക് പോർട്ട്ഫോളിയോ ഒക്കെ സ്വിംഗ് സ്കീം മെമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പിക്കുകൾ എല്ലാ സ്ഥലത്തും വരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്ക് ജോയിൻ ചെയ്യാം. വളരെ നോർമലായിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിലാണ് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ശ്രീറാം ഫിനാൻസ് ഞാൻ എടുത്തെടുത്ത് ഓരോന്നോരോന്ന് പറഞ്ഞു പോവാണ് ഒരു ഓർമ്മ വരുന്ന സമയത്ത്. സോ നോക്കാം, നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകൾ ഇനിയും പിക്ക് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്കും നമ്മോടൊപ്പം തന്നെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീണ്ടും മാർക്കറ്റിലെ ഒരു ബുള്ളിഷ് ട്രെൻഡ് പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റ് ഈ ഒരു പോസ് നടത്തിയിരിക്കുന്നത് പുതിയൊരു ക്രാഷിനാണോ അല്ല ഒരു പുതിയ അപ്സൈഡ് വീണ്ടും മാർക്കറ്റിൽ വരുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ലെവലുകൾ കൃത്യമായിട്ട് ട്രേഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കുറേ ലെങ്തായി പോയി, പക്ഷേ എങ്കിലും മാക്സിമം ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.